ഇപ്പോൾ ശ്രീ അനിൽ വിളയിൽ ചേരുകയാണ് ഈ നിമിഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഈ വാർത്തയിൽ പ്രതികരിക്കാൻ വേണ്ടി. ശ്രീ അനിൽ വിളയിൽ, സർവത്ര കൊള്ള ഈ വിഷയത്തിൽ ഇനി അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായി തന്നെ നിരീക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയും ചെയ്തു. എത്രത്തോളം നിർണായകമാണ്, ഗൗരവമാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ? താങ്കൾ സൂചിപ്പിച്ച കൊള്ളയല്ല, ഇത് തീവട്ടിക്കൊള്ളയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ജനം ചാനലിൽ പറഞ്ഞതാണ്, ഇതിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിലപാടാണ് എടുത്തുകൊണ്ടുവന്നത്. അവരാദ്യം പറഞ്ഞ എന്താണ്, വെറും ചെമ്പുപാളി കൊണ്ടുവന്നാൽ മാത്രമേ ഞങ്ങൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കൂ, ഗോൾഡ് ഉള്ള ചെമ്പുപാളി കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കുക പോലും ഇല്ല എന്ന നിലപാടും എന്ന സത്യവാങ്മൂലവുമാണ് ഈ സ്ഥാപനം ഹൈക്കോടതിയിൽ എടുത്തിട്ടുള്ളത്. അത് പൂർണ്ണമായും തെറ്റാണെന്നും ഇതൊരു അന്തർ സംസ്ഥാന തലത്തിലുള്ള വലിയ കൊള്ളസംഘങ്ങൾ, വലിയ നിഗൂഢതയുള്ള കൊള്ളസംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്രകാരമുള്ള അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്നും അയ്യപ്പൻ ഓരോ ദിവസവും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ നിസ്സാരനായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇതേപോലുള്ള കള്ളന്മാരെയും അക്കാലത്തെ ഉദയൻ എന്ന് പറയുന്ന കൊള്ളക്കാരനെ എപ്രകാരമാണോ അയ്യപ്പസ്വാമി നേരിട്ടിട്ടുള്ളത് അതേ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉദയനേക്കാൾ വലിയ വൻ ഉദയന്മാരാണ് ഈ കള്ളങ്ങളുടെയും കൊള്ളസംഘങ്ങളുടെയും പിന്നിലുള്ളത്. ഇവരൊക്കെ വെളിച്ചത്ത് വരും. അതിന്റെ അന്വേഷണം ഓരോ ദിവസവും ശക്തമാകും. അതുകൊണ്ട് വിശ്വ ഹിന്ദു പക്ഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് കേരള പോലീസ് അന്വേഷിക്കരുത്. കേരള പോലീസിലെ DGP ആയിക്കൊള്ളട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആയിക്കൊള്ളട്ടെ, ഇവർക്കിത് അന്വേഷിക്കാനുള്ള കഴിവും പ്രാപ്തിയുമില്ല. ഇവരെപ്പോഴും സർക്കാരിനും ദേവസ്വം ബോർഡിനും അനുകൂലമായൊരു നിലപാടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണം. എന്നാലേ ഈ കള്ളന്മാരായ ഉദയന്മാരെയും ഈ കട്ടള പോലും മോഷ്ടിക്കുന്ന മീശമാധവന്മാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഉടനടി ഇത് CBIക്ക് കൈമാറുക തന്നെ വേണം. ഇത് ഒരു കാര്യമുണ്ട്, ഇന്നുകൊണ്ട് തീരില്ല. ഇത് ദേവസ്വത്തിന്റെ പഴയ മന്ത്രിമാരിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ ഇതിന്റെ അന്വേഷണം. ഇന്ന് A. പത്മകുമാർ പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. ഞാൻ ദൈവത്തെ പോലെ കാണുന്നവർ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാനാകും എന്നുള്ള ഒരു കൈയൊഴിയൽ, അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതമായി, പരോക്ഷമായ ഒരു കുറ്റസമ്മതമായി വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആരാണ് ഈ സ്പോൺസർമാർ? ഈ പോറ്റിയവർ ആരൊക്കെയാണ്? അതിലേക്ക് അന്വേഷണം വരണ്ടേ? വേണമെങ്കിലുള്ള വ്യാഖ്യാനമല്ല, കറക്റ്റായ വ്യാഖ്യാനമാണ്. മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അവതാരങ്ങളാണ് ഈ കള്ളന്മാരുടെ അവതാരങ്ങളാണ് ഈ വന്നിരിക്കുന്നതെല്ലാം. ഈ കള്ള അവതാരങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതൊരു ആസൂത്രിതമായ ശ്രമമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഇതിന് പരിഹാരം തേടി ജോത്സ്യന്റെ അടുത്ത് പോയപ്പോൾ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് പമ്പയിൽ സംഗമം നടത്തിയത്. അത് തന്നെ അയ്യപ്പ കോപം വീണ്ടും വലിച്ചു വെച്ചത് കൊണ്ടാണ് ആ സാഹചര്യത്തിൽ തന്നെ ഈ കള്ളങ്ങൾ ഉയർന്നു വന്നത്. ഇത് അന്വേഷണം വളരെ ആസൂത്രിതമായി, കൃത്യമായി, ശാസ്ത്രീയമായും അന്വേഷിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്കും കടകംപള്ളി സുരേന്ദ്രൻ അറിയാവുന്ന കോടീശ്വരന്റെ വീട്ടിലേക്കും ഈ അന്വേഷണം ചെല്ലും. ഇത് ഇഞ്ചിഞ്ചായി മുറിച്ചു വിട്ടിരിക്കുകയാണ്. കഥക് ഇഞ്ചിഞ്ചായി മുറിച്ചു വിറ്റു, സ്വർണ്ണപ്പാളി ഇഞ്ചിഞ്ചായി മുറിച്ചു വിറ്റ് കോടികളെ ഇവർ തട്ടിച്ചെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് CBI അന്വേഷണം ഇക്കാര്യത്തിൽ ശക്തമായിട്ട് വേണം. അത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. അവർ വളരെ വിജിലന്റ് ആയിട്ടാണ്. അടുത്ത കാലത്ത് ദേവസ്വം ബെഞ്ച് നമുക്കറിയാം വളരെ സന്തോഷം നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്, ഭക്തജനങ്ങൾക്ക് സന്തോഷവും സർക്കാരിന് അടിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും അയ്യപ്പ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സ്വർണ്ണപ്പാളി അപ്പാടെ നശിപ്പിച്ചു എന്നുള്ള ഭണ്ഡാരിയുടെ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ MDയുടെ ഒരു മൊഴി വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേക്ക് സ്ഥിരീകരണം നമുക്ക് കൊണ്ടുവരാം. എങ്കിലും ഇത്തരത്തിലുള്ള ഓരോ നിമിഷം ശ്രീ അനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേവന്റെ സ്വത്തുക്കൾ, വളരെ പുണ്യമായി കാണുന്ന ഭക്തർ കാണുന്ന ആ സ്വത്തുക്കൾ, ഇതാണ് ഈ നശിപ്പിക്കുന്നത്. എന്തായാലും വളരെയധികം